the one. You gon' be my only, only. I can see that you were watching. I'ma make you fall in love. Just sit back and watch me work, 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 daddy. Watch me while I work, work, work. Yeah, now let me do my work, 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 daddy. Watch me while I work, 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 daddy. Tell me that you want it. I've been waiting on it. You a real ass nigga. Baby, come get it. Yeah, baby, come get it. You know I've been waiting. Wanna feel it while I feel it. You know you're taking too long. Oh, body's low. Before you know. Oh, good to go. Oh, I'm ready now. I'm on the floor. I believe you'll be somebody, someone I could call the one. You gon' be my only, only. I can see that you are watching. I'ma make you fall in love. Just sit back and watch me work, 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 daddy. Watch me while I work, work, work. Yeah, now let me do my work, 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 daddy. Watch me while I work, 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 daddy. So tell me that you need it, only if you mean it.
കാലത്ത് DMA ചെയ്ത പ്രവർത്തനങ്ങളും കൂടാതെ ഓരോ കാര്യത്തിലും DMA മുൻപന്തിയിൽ വന്ന് ചെയ്ത പ്രവർത്തനങ്ങളും എന്നും ഡൽഹി മലയാളി ഓർക്കാറുണ്ട്. അത് DMAയുടെ സഹായത്തോടു കൂടിയിട്ട് കഥകളി സെൻറ്ററിൻ്റെ പ്രവർത്തനമായാലും കേരള സ്കൂളിൻ്റെ പ്രവർത്തനങ്ങളായാലും എല്ലാം DMA എന്നുള്ള മഹത്തായ സംഘടനയ്ക്ക് ഒരുപാട് ഇൻവോൾവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എല്ലാ കാര്യത്തിലും. 29 ബ്രാഞ്ചുള്ള ഇത്രയും മഹത്തായ സംഘടന, ജാതിയും മതവും വർണ്ണവും ഒന്നുമില്ലാത്ത ഇത്രയും വലിയ സംഘടന വളർന്ന് പന്തലിച്ച് നിൽക്കുമ്പോൾ ഡൽഹിയിൽ അല്ലെങ്കിൽ പ്രാന്തപ്രദേശിലെ ഒരുപാട് മലയാളികൾക്ക് എന്നും സഹായമായിട്ടുണ്ട്. ഇനിയും നമുക്ക് ഒരുപാട് കാര്യം ചെയ്യാനുണ്ട്. അത് ഈവനിങ് കോളേജ് ആയാലും ശരി, ബാക്കി പല കാര്യങ്ങളായും ശരി. ഇപ്പം നാട്ടിൽ നിന്നെത്തുന്ന മലയാളികൾക്കും മറ്റുമായി മുറികളും ഡോർമെട്രി സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. ശാഖാ അംഗങ്ങളുടെയും കേന്ദ്ര കമ്മിറ്റിയുടെ സഹകരണത്തോടെയും കൽക്കാജി, ലാജ്പത് നഗർ, സൗത്ത് നികേതൻ, വികാസ്പുരി അസ്താൽ, ജനക്പുരി, മയൂർവിഹാർ ഫേസ് 2, മെഹ്റോളി എന്നീ ഏരിയകളിൽ സംഘടനയ്ക്ക് സ്വന്തമായി ഓഫീസുണ്ട് എന്നുള്ളത് അഭിമാനകരമാണ്. രാജീവ് ഗാന്ധി, കേന്ദ്രമന്ത്രിമാർ, മുഖ്യമന്ത്രിമാർ, ഗവർണർമാർ, സിനിമാ സാംസ്കാരിക നായകർ തുടങ്ങിയവർ പങ്കെടുത്തിരുന്നു. പ്രിയപ്പെട്ട DMA കുടുംബാംഗങ്ങളെ, 1949 തൊഴിലാളി സംഘടനയായി രൂപം കൊണ്ട ഡൽഹി മലയാളി അസോസിയേഷന് ഇന്ന് 75 വയസ്സിൻ്റെ ചെറുപ്പമാണ്. DMAയുടെ 18ാമത്തെ ജനറൽ സെക്രട്ടറിയായി എന്നെ തിരഞ്ഞെടുത്ത നിങ്ങൾക്ക് ഓരോരുത്തർക്കും അകമഴിഞ്ഞ നന്ദി ആദ്യമേ അറിയിക്കട്ടെ. നമ്മുടെ മാതൃഭാഷ വളർന്നു വരുന്ന തലമുറയ്ക്ക് പകർന്നു കൊടുക്കാനായി മലയാളം മിഷനുമായി ചേർന്ന് മലയാളം ക്ലാസ്സുകൾ നടത്തുകയും ഓരോ മെമ്പേഴ്സ് അല്ലാത്ത മലയാളികൾക്കും ആവശ്യമായ വരുന്ന സാഹചര്യങ്ങളിൽ സഹായഹസ്തമായും എല്ലാ വർഷവും കേരള സ്കൂളുകളിൽ പഠിക്കുന്ന 100ഓളം കുട്ടികൾക്ക് വിദ്യാഭ്യാസ സഹായനിധിയായും ഡൽഹി മലയാളികൾ അഭിമുഖീകരിക്കുന്ന ഓരോ പ്രശ്നങ്ങളിലും കൈത്താങ്ങായി ഡൽഹി മലയാളികളുടെ മാതൃസംഘടനയായ DMA എപ്പോഴും മുൻപന്തിയിൽ നിൽക്കാറുണ്ട്. ഇന്ന് ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച മലയാളി അസോസിയേഷനുകളിൽ ഒന്നായി മാറിയ DMA എല്ലാവിധ മേഖലകളിലും ഉള്ള പ്രവർത്തനം ഡൽഹി മലയാളികൾക്കായി കാഴ്ചവെച്ചുകൊണ്ടിരിക്കുകയാണ്. ഡൽഹി മലയാളി അസോസിയേഷൻ്റെ 75ാം വാർഷികം നിങ്ങളെ ഓരോരുത്തരും കുടുംബാംഗങ്ങളോടും സുഹൃത്തുക്കളോടും ഒപ്പം വന്ന് ഡൽഹിയിലെയും പരിസര പ്രദേശങ്ങളിലുള്ള എല്ലാ മലയാളികളും സഹകരിച്ച് ഒരു ഉത്സവമായി കൊണ്ടാടിയതിന് നന്ദി. അസോസിയേഷൻ്റെ പ്രിയപ്പെട്ട രക്ഷാധികാരി ശ്രീ ഗോകുലം ഗോപാലൻ സാറിനെ നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം സെൻട്രൽ കമ്മിറ്റിയിലെ എല്ലാ ഭാരവാഹികളെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. എല്ലാവരും വേദിയിലേക്ക് വരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. എത്താൻ കുറച്ച് വൈകിപ്പോയി. പ്രിയപ്പെട്ട നാട്ടുകാരെ, വേദിയിലിരിക്കുന്ന പ്രമുഖരെ, പിന്നെ വേദിയിൽ പടം നടക്കുന്ന ഈച്ചകൾക്കും എൻ്റെ നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. വേദിയിലിരിക്കുന്ന വിശിഷ്ടാതിഥികളെ, പ്രിയ സുഹൃത്തുക്കളെ,
സൈജു പറഞ്ഞ പോലെ തന്നെ വളരെ വളരെ സന്തോഷത്തിലാണ് ഞാൻ. കാരണം ഗോപാലൻ സാറാണ് ഈ പ്രോഗ്രാമിനെ നമ്മളെ കൊണ്ടുവന്നത്. ഞാനിപ്പോൾ ഒരു സിനിമയിൽ വന്നിട്ട് എൻ്റെ പഠനവും എൻ്റെ ഒരു സിനിമയിലുള്ളൊരു വിദ്യാഭ്യാസമൊക്കെ വെച്ച് ഞാൻ സിനിമ ഡയറക്റ്റ് ചെയ്തു. അപ്പോൾ സ്വന്തം സിനിമ ഡയറക്റ്റ് ചെയ്തുകൊണ്ട് ഒരു വലിയ ബഡ്ജറ്റിലോട്ടൊക്കെ പോയി. അപ്പോൾ അങ്ങനെ സിനിമ ഇനി എന്ത് ചെയ്യുമെന്ന് നിൽക്കുന്ന സമയത്ത് ഗോപാലൻ സാർ വന്നു. സിനിമ ഓഗസ്റ്റ് 15 റിലീസ് ചെയ്യാൻ പോവുകയാണ്. സിനിമയുടെ പേര് പണി എന്നാണ്. പണി കിട്ടുന്നതും പണി തിരിച്ചു കൊടുക്കുന്നതാണ് പടം. കഥയ്ക്ക് അത്രയാണ്. ബാക്കി സിനിമ നിങ്ങൾ കാണണം. അയ്യോ സന്തോഷം. ഞാൻ എന്താ പറയാ, സൈജു ഇവിടെ ഉണ്ട്. സൈജു ഞാനിവിടെ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു വേദി പങ്കിടുന്നത്. സൈജു നായകനായിട്ട് അഭിനയിച്ച സിനിമകളിൽ ചാൻസ് വെച്ചിട്ടുള്ള ആളാണ് ഞാൻ. ആ ലൊക്കേഷനിൽ പോയി സൈജുവിന്റെ കൂടെ നിന്നിട്ടുള്ളതാണ്. അപ്പൊ സൈജു ആണ് ആകെ ഹിന്ദി അറിയുന്നത് ഞങ്ങളുടെ കൂട്ടത്തില്. സൈജു എല്ലാവരെയും ബേട്ട എന്നാ വിളിക്കുക. അപ്പൊ ആദ്യം ബേട്ട എന്ന് വിളിക്കുമ്പോൾ ഇതിൽ ചെക്കൻ പറയണേന്നാണെന്ന് എനിക്ക് തോന്നിയത്. പിന്നെ സൈജുവിന്റെ ഹിന്ദി ഭാഷയിലൂടെ ആ സ്നേഹം പ്രകടിപ്പിച്ചെന്ന് പറയുമ്പോൾ വളരെ താല്പര്യത്തോട് കൂടിയിട്ടാണ് ആ വിളി കേട്ടിട്ടുള്ളത്. സൈജുവിനോട് ഞാൻ ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ള ചോദ്യം ഓർക്കണ്ടോ? എനിക്ക് 1 ലക്ഷം രൂപ ശമ്പളം കിട്ടുമോ എന്നുള്ളതാണ്. കാരണം അന്ന് 50,000 രൂപയ്ക്കായിരുന്നു സൈജു എന്നൊക്കെ മീറ്റ് ചെയ്യുന്ന സമയത്ത്. 50 അതങ്ങോട്ട് അനങ്ങണിൽ എന്ത് ചെയ്താലും അവിടെ തന്നെ നിൽക്കുന്നത്. അപ്പൊ അല്ല, അതിന് മുമ്പത്തെ കാര്യം പറഞ്ഞു. അപ്പൊ അന്ന് വളരെ ആഗ്രഹത്തോടു കൂടിയിട്ട് എനിക്ക് വളരെ ഫ്രീ ആയിട്ടൊക്കെ ചോദിക്കാൻ പറ്റുന്ന ഒരു സഹോദര, ഭയങ്കര സൗഹൃദമുള്ള ആളാണ് സൈജു. അപ്പം സൈജുനോടൊക്കെ ഞാൻ ചോദിക്കുമ്പോൾ സൈജു ഒക്കെ എന്നെയൊക്കെ ഭയങ്കര മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. ബേട്ടാ പരിപാടി വരും. അപ്പൊ എന്തോ ദൈവാനുഗ്രഹം. ഞാനും സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് സ്വപ്നം കണ്ടതാണ് സിനിമയിൽ അഭിനയിക്കണം എന്നുള്ളതൊക്കെ. അപ്പോ നമ്മളിപ്പോ ആ കാലഘട്ടത്തിലൊക്കെ അങ്ങനെയൊക്കെ ഒരു ആഗ്രഹം വരുമ്പോ നിനക്കതിന് കഴിവുണ്ടോ എന്നുള്ളതാണ് ആദ്യത്തെ ഒരു ചോദ്യം. പിന്നെ നിനക്ക് അതിനുള്ള ലുക്ക് ഉണ്ടോ എന്നുള്ളതൊക്കെ ആയിരുന്നു ചോദ്യം. അപ്പൊ ഇത് രണ്ടും വലിയ കാര്യമില്ലെന്നുള്ളത് കുറെ കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി. ഞാൻ കഴിവിൽ വിശ്വസിക്കുന്ന ആളല്ല. നമുക്കൊരു കാര്യം വേണമെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് പഠിക്കാൻ പറ്റുമെങ്കിൽ എനിക്കത് കിട്ടിയേ മതിയാവും എന്നുള്ളൊരു മനസാന്നിധ്യം ഉണ്ടെങ്കിൽ ജീവിതത്തിൽ നമ്മൾ എവിടെയെങ്കിലൊക്കെ എത്തും. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ബോൺ ആക്ടർ എന്നൊക്കെ പറയും പല ആൾക്കാരും. എന്നെയല്ല, വലിയ വലിയ ആൾക്കാരൊക്കെ. പക്ഷെ ബോൺ ഡോക്ടർ ഇല്ല. ബോൺ ഡോക്ടർ ഇല്ല. ഡോക്ടറായിട്ട് MBBS പഠിച്ച ഡോക്ടറാവും. അതുപോലെ തന്നെ നിങ്ങൾ ഇവിടെ കുട്ടികളായിട്ട് കുറെ പേരുണ്ട്. ആരെന്താഗ്രഹിക്കുന്നു അത് നടക്കും. നിങ്ങൾ അതിനു വേണ്ടി പഠിക്കാനും പരിശ്രമിക്കാനും ബുദ്ധിപൂർവമായ പരിശ്രമങ്ങൾ അത് വളരെ ആവശ്യമാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ. സ്കിൽസ് അത് വളർത്താൻ പറ്റിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പറ്റും. അങ്ങനെ ഞാനും എൻ്റെ പരാജയങ്ങൾക്കൊടുവിൽ പഠിച്ച് എൻ്റെ ഒരു 36ാമത്തെ വയസ്സിലാണ് എനിക്കൊരു വിജയം കിട്ടുന്നത്. അത് കഴിഞ്ഞ് ഇവിടുന്ന് അങ്ങോട്ട് ഞാൻ ഈ വേദിയിൽ നിൽക്കുന്നത് തീർച്ചയായിട്ടും DMA മലയാളി അസോസിയേഷൻ. ആ മലയാളി എന്നുള്ളൊരു വാക്ക് എന്നെ സംബന്ധിച്ച് വലുതാണ്. കാരണം മലയാളിയെ ജനിച്ചതുകൊണ്ടും മലയാളം അറിയുന്നത് കൊണ്ടും മലയാളത്തിൽ ചിന്തിക്കുന്നത് കൊണ്ടും ഒക്കെയാണ് ഞാനെന്നുള്ളൊരു കലാകാരൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു രൂപം എനിക്ക് കിട്ടിയത്. അതിനെനിക്ക് തന്ന പ്രോത്സാഹനം മലയാളികളാണ്. എല്ലാവരോടും അതിനുള്ള നന്ദി പറയുന്നു. അപ്പം പിള്ളേരെ മലയാളം പഠിപ്പിക്കണം കേട്ടോ. അത് എടാ തമാശയല്ല. മലയാളത്തിൽ കട്ട മലയാളത്തിൽ 2 ചീത്ത വിളിച്ചത് സുഖം എന്നറിയും. എടാ അതല്ല, ചീത്ത മാത്രമല്ല, ഇതൊരു സ്നേഹത്തോടെ 2 വാക്ക് പറഞ്ഞാലും അടിപൊളിയാ അല്ലേ? അല്ലെങ്കിൽ നമ്മൾ എത്ര കാലം ഓ മൈ ഡാർലിംഗ് ബേട്ട എന്നൊക്കെ പറയും. കുറെ പേര് അവിടുന്ന് പറയുന്നത് എല്ലാവരോടും ഒരുമിച്ച് പറയുമ്പോൾ എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ട്. എന്തായാലും എന്നെ കുറിച്ച് പറഞ്ഞ നല്ല വാക്കുകൾക്ക് ഒരുപാട് നന്ദി. ഒപ്പം ജോസഫ് എന്നുള്ളൊരു സിനിമ പറഞ്ഞപ്പോൾ നിങ്ങളെല്ലാവരും കൈയടിച്ചു. അത്
എൻ്റെ തലവര മാറ്റിയ സിനിമയാണ്. ആ പാടാ, എനിക്കിപ്പോ എന്താ പ്രശ്നം? എന്തായാലും ഞാൻ പാടിയാലും നിങ്ങൾ പോവില്ലെന്ന് എനിക്കറിയാം. മോശമായിട്ട് പാടിയാലും നിങ്ങൾ കൈയടിക്കുന്നറിയാം. അപ്പൊ ഞാൻ പാടാമല്ലോ എനിക്ക്. ഓക്കെ, സൈജു പാടണോ? അല്ല, സൈജു അതല്ലേ പറയൂ. ഓക്കെ, ആ ഓക്കെ, ഒന്ന് ട്യൂൺ എടുത്തോട്ടെ, ഒന്ന് മനസ്സിലാവശ്യം. പാണന്റെ പാട്ടിനൊത്ത് താളം പിടിക്കും പെണ്ണ്, താളത്തിനൊത്ത് നല്ല ചൂട് ചേരും. പാടത്തിൽ ദൂരത്തവളിന്നും ഇരിക്കും തെച്ചി പൂവ് പറിക്കാനായി വെള്ളി നടക്കും. പാൽക്കാരൻ പെണ്ണിനെ കാണാൻ പാടവരമ്പത്തിനോടത്ത് നിന്ന് ആരും അറിയാതെ അവളന്ന് മെല്ലെ നോക്കിയിടും, എന്നെ പുഞ്ചിരി തൂക്കിയിടും. പണ്ട് പാടവരമ്പത്തിലൂടെ ഓരോ ഓടക്കുഴയുമെടുത്ത് ചെറുതാറ് നടന്നൊരു ഓടി നടന്നൊരു പെണ്ണെ കയ്യിൽ കരിവളയിട്ട്. താങ്ക് യു. അപ്പോൾ ഒരിക്കൽ കൂടി എന്നെ ഇവിടെ വിളിച്ചതിന് ഗോപാലൻ സാർ താങ്ക് യു. നിങ്ങളെല്ലാവരെയും ഒരുപാട് ജീവിതത്തിൽ വിജയം കൈവരിച്ച കുറേ പേരെ പരിചയപ്പെട്ടു. അവര് ഒരു വലിയൊരു സമയം ഈ ഒരു അസോസിയേഷന് വേണ്ടി മാറ്റിവെക്കുന്നു. ഇതിന്റെ ഗുണം ഒരുപാട് പേര് അനുഭവിക്കുന്നു. ഒരു കൂട്ടായ്മ നിലനിൽക്കുന്നു. നേരത്തെ ജാതി മത വർണ്ണഭേദമില്ലാതെ മലയാളി എന്നുള്ളൊരു ടാഗ്ലൈനിൽ നിങ്ങളെല്ലാവരും ഇവിടെ ഇരിക്കുന്നു, നമ്മളിവിടെ ഇരിക്കുന്നു. ഈ സന്തോഷവും ഒത്തൊരുമയും എന്നും ഉണ്ടാവട്ടെ. നമ്മൾ ഒരുമിച്ച് മുന്നോട്ട് നീങ്ങട്ടെ. എല്ലാവർക്കും നല്ലത് തെറ്റെന്ന് പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി സന്തോഷം. താങ്ക് യു. ഒരാളെ വിടില്ല, ഞങ്ങള് ഒരാളെ He has also served as the treasurer of DL. On the aircraft through gate number 36A. എല്ലാവരും കാത്തിരിക്കുന്നത് ഒരു സംഗീത വിരുന്നിനാണ്. എല്ലാ പ്രായക്കാർക്കും ഒരുപോലെ ഹരമായ എൻ്റെ സുഹൃത്തുമായ ശ്രീ വിധു പ്രതാപൻ്റെ സംഗീതത്തിനാണ്. സംഗീതം അതും ശബ്ദമാണ്. വ്യത്യസ്തങ്ങളായ മനോഹരമായി കോർത്തിണക്കിയ ഉപകരണങ്ങളുടെ ശബ്ദം, അതാണല്ലോ സംഗീതം. സംഗീതത്തിൻ്റെ ഒരു ലോകത്തിലേക്ക് ചെറിയ ഒരു യാത്ര. വ്യത്യസ്തങ്ങളായ സംസ്ഥാനങ്ങളിൽ വ്യത്യസ്തങ്ങളായ സംഗീതങ്ങളാണുള്ളത്. ഒരു വീഡിയോ ഇവിടെ ഉണ്ട്. അഗെയിൻ വീഡിയോ ഈസ് റിയൽ, സൗണ്ട് ഈസ് ഇലൂഷണറി. Chennai, city of Bollywood music, home of A.R. Rahman. Mumbai, city of Bollywood music.
temple music, God's Own Country. USA King of Pop. Chennai, original Dapangut, but in Rajani style. Whistle, please keep it ready. Thank you. Video real on sound is illusionary. Can you give me a little bit more gain and little monitor also? അടുത്ത 7 നിമിഷം തുടർച്ചയായി 150-ൽ അധികം ശബ്ദങ്ങൾ നിങ്ങൾ കേൾക്കാൻ പോവുകയാണ്. ഈ ശബ്ദം ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാൽ റെസ്പോണ്ട് ചെയ്യുന്നത് നിങ്ങളുടെ ശബ്ദത്തിലൂടെ ആയിരിക്കണം എന്ന ഒരു അഭ്യർത്ഥനയോടുകൂടി ഒരു TV. Tomorrow. Get it from your tummy, you can't. I didn't. I won't do it. Bring it to your father. Yes. Do it. Possible Japan effects expected. Broken relationship, hostilities eliminated. But പ്രതിഭ ടെലിവിഷൻ ഷോകളുടെ തുടക്കകാലത്ത് തന്നെ തന്റെ ശബ്ദ സൗന്ദര്യം കൊണ്ട് മലയാളികളുടെ മനസ്സിൽ സ്വന്തം ഇടം നേടിയെടുത്ത ഗായകൻ. 17-ാം വയസ്സിൽ ഏഷ്യനെറ്റിന്റെ വോയിസ് ഓഫ് ദ ഇയർ സ്വന്തമാക്കി പിന്നണി ഗാന രംഗത്തെ തന്റെ വരവറിയിച്ച നമ്മുടെ വിദുപ്രത.
31 വയസ്സിൽ മികച്ച ഗായകനുള്ള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നേടിയതോടെ വിധു മലയാളി പിന്നണി ഗാനരംഗത്തെ അവിഭാജ്യ ഘടകമായി. 2.5 പതിറ്റാണ്ട് പിന്നിടുമ്പോൾ പകരം വയ്ക്കാനില്ലാത്ത ശബ്ദ തികമോടെ പ്രതാപത്തോടെ വിധു പ്രയാണം തുടരും. കല്ലിൽ നിന്നെ കൊത്തി വെള്ളിപ്പൂത്തിങ്കൾ കണ്ണിൽ കണ്ണിൽ നാണിച്ചെത്തി നക്ഷത്ര പക്ഷി വെണ്ണക്കല്ലിൽ നിന്നെ കൊത്തി വെള്ളിപ്പൂത്തിങ്കൾ കണ്ണിൽ കണ്ണിൽ നാണിച്ചെത്തി നക്ഷത്ര പക്ഷി മെല്ലെ മെല്ലെ മുല്ലേ നാടിനെ എല്ലാം എല്ലാം നിന്നോട് ചൊല്ലാം ചൊല്ലാം കുടത്തിനെ ആരാണ്ടൊരുത്തൻ ചെടി വെച്ച് പിടിച്ചൊരു കല്യാണം ആരും കൊതിക്കണ നാട് പെരുകിനെ നാണം കുടുങ്ങണ നറുവെണ്ണ കുടത്തിനെ ആരാണ്ടൊരുത്തൻ ചെടി വെച്ച് പിടിച്ചൊരു കല്യാണം നീലാകാശം ഉരവയിടത്തോടെ വന്നത് കുടുതിരി പട്ടാളം നീലാകാശം കൂടെ വന്നത് കുരുവി പട്ടാളം പൂരം കാണാനായി പാടശാലാണ് എണ്ണക്കല്ലിൽ നിന്നെ കൊത്തി വെള്ളിക്കൂട്ടികൾ കണ്ണിൽ കണ്ണിൽ നാടിച്ചെത്തി നക്ഷത്ര പക്ഷി മെല്ലെ മെല്ലെ മുല്ലേ നാടിനെ എല്ലാം എല്ലാം നിന്നോട് ചൊല്ലാം ചൊല്ലാം മനസ്സിലായ എല്ലാവർക്കും? എന്നാ പറ ഏത് പാട്ട്? എന്താ നീല വിളിച്ചു? എന്താണ്? കറക്റ്റ്, അത്. അപ്പോ നമുക്കൊരു കളി കളിച്ചാലോ? റെഡിയല്ലേ? അതിനു മുമ്പ് ഒരു വാമപ്പ് എന്നുള്ള രീതിയിൽ ഞാനൊരു ചെറിയൊരു എക്സസൈസ് പറഞ്ഞു. എല്ലാവരുടെയും ഇടത് കൈ ഇവിടെ വെച്ച്. ഈ നമ്പർ കണ്ടിട്ടുണ്ടെന്നായിരിക്കും പലരും മനസ്സിൽ വിചാരിക്കുന്നത്. എനിക്കറിയാം, കുഴപ്പമില്ല, എന്നെ നാറ്റിക്കരുത് പ്ലീസ്. ഇടത് കൈ ഇങ്ങനെ വെച്ചോളൂ. ഇനി ഒരു വിരൽ ഇങ്ങനെ വെച്ച്, വലത് കൈ ഒരു വിരൽ. ഓക്കെ? നിങ്ങളുടെ കൈയടിയുടെ ശബ്ദം കൊണ്ട് നമ്മളിവിടെ മുഴുവൻ ഒരു മഴത്തുള്ളി
മലർത്തേനെ മദന കുഴമ്പേ ഒന്ന് വന്നാട്ടെ അതെല്ലാം നിന്നാട്ടെ നാണത്തെ ചൊല്ല് ചൊല്ല് നാടി പോയോ താനെ മധുര കരിമ്പേ മലർത്തേനെ മദന കുഴമ്പേ താനെ മധുര കരിമ്പേ മലർത്തേനെ മദന കുഴമ്പേ മീഡിയ ചാട്ടുളി നീങ്ങ പോകുന്നില്ല തരു ഞാൻ പോരടിയ തഴുകും മണ്ണിൽ മയിലേ മാതാദേവി എന്റെ മൈ കുളിരേ ഓടിവാ തരട്ടെ കണ്ണാട് പാടിവാലം അതെല്ലാം ഇന്നാണ്ടേ അനാണതെന്റെ ചൊല്ലി ചൊല്ലി നാടിറങ്ങി പോയോ മധുര കണ്ടേ എല്ലാരും താളത്തിന് കാട്ടില്ലേ എല്ലാവർക്കും അറിയാവുന്ന ട്യൂണാണിത് ലൗഡാ ലൗഡാ ഓപ്പൺ ഗംഗാ സ്റ്റൈൽ കവിളിൽ കൊള്ളുന്ന കുഴിയിൽ പ്രേമത്തിന്റെ അടിയോ കോപത്തിന്റെ കെടിയോ പൊത്തിനാവിത്താളിയേ എന്നോടൊന്ന് സ്പീക്കിംഗ് കൂടെ കുയിലേ കലമാനേ കസ്തൂരി മാനേ മധുര കരിമ്പേ മലർത്തേനെ മദന കുഴമ്പേ ആന്നു വന്നാട്ടെ എല്ലാം നിന്നാട്ടെ നാടകത്തെ ചൊല്ല് ചൊല്ല് നാടകി പോയോ ആനേ മധുര കരിമ്പേ മലർത്തേനെ മദന കുഴമ്പേ छाया पेड़ की मिल गई, और उठे बच्चे की हंसी जैसी फुसलाने से फिर खिल गई। कुछ ऐसा ही अब महसूस दिल को हो रहा है, सदियों के पुराने जख्म पर मरहम लगा सा है। कुछ ऐसी लगन इस लम्हे में है, इस लम्हा